ടീച്ചറായിട്ട് സ്കൂളിൽ വർക്ക് ചെയ്തു. അതിൻ്റെ ഇടയിൽ കൂടെയാണ് നാടകം രണ്ടാമതും ചെയ്യുന്നത്. കോളേജിൽ പഠിക്കുമ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കാലത്തൊക്കെ നാടകം ചെയ്യാന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള മോശം കാര്യം ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ കോളേജിൽ നിന്ന് നമ്മൾ കോളേജ് പെർഫോമൻസിനും അതുപോലെ ഇൻ്റർ സോൺ ബി സോൺ ഫെസ്റ്റിവൽസിനാണല്ലോ ഇത് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ദേശഭൂഷണി അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് വിളി വന്നപ്പോൾ നാടകം നാടകം ചെയ്തുകൂടാട്ടാ എന്ന് പറഞ്ഞു. നാടകം ഭയങ്കര മോശമായിട്ട് കാണുന്ന ഒരു കാലഘട്ടം. അത് നാടകത്തിന് പോകുന്ന ഒരു നാടകക്കാരി എന്ന് പറഞ്ഞ അങ്ങനെ പറഞ്ഞൊരു ലേബൽ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ കലകളിലെ രാജാവാണ് നാടകം എന്നുള്ളത് ഇപ്പോഴും ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഡാൻസ് മാത്രം ചെയ്തിരുന്ന ഒരാളാണ്. വളരെ യാദൃശികമായിട്ടാണ് നാടകത്തിലേക്ക് വന്നത്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം മാത്സ് ക്ലാസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. സത്യം പറയുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, വലിയ കുഴപ്പമില്ലാതെ പഠിക്കുന്ന ആളായിരുന്നു. മാത്സ് ഇഷ്ടക്കേടൊന്നും ഉണ്ടായിരുന്നില്ല. 10th ഒക്കെ വരെ ഓക്കെ ആയിരുന്നു. നമ്മൾ ഡിഗ്രിക്കൊക്കെ ചേർന്നപ്പോഴത്തേക്കും മാത്സിനോടുള്ള ഒരു സാധനമൊക്കെ പോയി. അപ്പോൾ പിന്നെ പൊതുവേ നമുക്ക് ആർട്ടായിരുന്നു അന്നും ഭയങ്കര ഇഷ്ടം. ഡിഗ്രിക്കപ്പോൾ ഏതായിരുന്നു? ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അപ്പം ഈ എക്സാം എഴുതാതിരിക്കാൻ വേണ്ടിയിട്ട് നൈസായിട്ട് എങ്ങനെ നമുക്ക് എക്സാമിൽ നിന്ന് രക്ഷപ്പെടാം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നാടകത്തിൻ്റെ ഓഡീഷൻ എന്ന് പറഞ്ഞിട്ട് വന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുവരെ ഞാൻ ഒരു നാടകവും ചെയ്തില്ല. എനിക്കാണെങ്കിൽ മൈക്ക് ഭയങ്കര പ്രശ്നമാണ്.